തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളെല്ലാം കർശനമായി പാലിക്കപ്പെടുന്നുവെന്നാണ് ഇത്തവണ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ മലയാളി വാർത്തയോട് പറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിലനിന്ന ഒരു കർശന നിർദ്ദേശമായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കയറരുത്, സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോകുന്നവർ എന്നുള്ളത്. പക്ഷെ അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ ഇത്തവണ കർശനമായ നടപടി അതിന് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ടിക്കാറാം മീണ മലയാളി വാർത്തയോട് പറഞ്ഞത്. മീണ ഇത്തവണ കട്ടയ്ക്ക് തന്നെയാണ് എന്തായാലും നിർദ്ദേശം അതേ രീതിയിൽ പാലിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വോട്ടർമാർ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിരിക്കുന്നു. നിയമങ്ങൾ അത് കർശനമായി പാലിക്കേണ്ടതാണ്. ഓരോ ഉദ്യോഗസ്ഥർ വന്നു പോകുമ്പോഴും നിയമങ്ങൾക്ക് അയവ് വരുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലും പുറത്തുവിടുന്ന ഏറ്റവും പ്രധാന വാർത്ത. കാരണം സമ്മതിദാനാവകാശം ഓരോരുത്തരെയും വ്യക്തിപരമായ അഭിപ്രായവും സ്വാതന്ത്ര്യവുമാണ്. അത് വ്യക്തമായി നിലനിർത്തണമെങ്കിൽ നിർദ്ദേശിക്കുന്ന കർശനമായ നടപടികൾ പാലിച്ച് മതിയാവും. വരുന്ന മണിക്കൂറുകളിലൊക്കെ യന്ത്ര തകരാറുകൾ കാരണം ഏത് ചിഹ്നത്തിൽ കുത്തിയാലും അത് താമരയ്ക്ക് തന്നെ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കണം. ടിക്കാറാം മീണ പുറപ്പെടുവിച്ചിരിക്കുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ച് വേണം പോളിംഗ് ബൂത്തിൽ പോകാൻ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെയല്ല, ഇത്തവണ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒരു അയവും വരുത്തില്ല. നിയമങ്ങൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് ടിക്കാറാം മീണ മലയാളി വാർത്തയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. 2.61 കോടിയിലേറെ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ജനവിധി കാത്തിരിക്കുന്നത് 227 സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, 20 പേർ. രാവിലെ 7-ന് തുടങ്ങി വൈകിട്ട് 6-ന് അവസാനിക്കുന്ന വോട്ടെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ്. 35,193 വോട്ടിംഗ് യന്ത്രങ്ങളും ഇത്തവണ ജനവിധിയുടെ വിരൽ സ്പർശനത്തിനായി കാത്തിരിക്കുന്നു. 17ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഒരുക്കിയിരിക്കുന്നത് വലിയ സൗകര്യങ്ങളാണ്. വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് വോട്ടർക്ക് അറിയാനുള്ള VVPAT യന്ത്രങ്ങൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പുമാണ് ഇത്തവണത്തേത്. വോട്ടർമാരെ സഹായിക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വോട്ടർ അസിസ്റ്റന്റ് ബൂത്തുകളും ഇത്തവണ റെഡിയാണ്. 5 ലക്ഷത്തിലേറെ കന്നി വോട്ടർമാരും ഇത്തവണ വോട്ട് ചെയ്യാനെത്തുന്നു. 2000-ന് ശേഷം ജനിച്ച മില്ലേനിയൽസ് ആദ്യമായി വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം? 2000-ന് ശേഷം ജനിച്ച മില്ലേനിയൽസ് ഇത് ആദ്യമായി വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പ്. പോളിംഗ് ബൂത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ്. 1950 ജനുവരി 25-നാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്തവണ 90 കോടിയോളം വോട്ടർമാരുണ്ട്. 1.5 കോടിയോളം പേർ 18-19 വയസ്സ് പ്രായമുള്ളവർ. വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സ്, സ്ഥാനാർത്ഥിയാകാൻ 25 വയസ്സ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്തവണ പോളിംഗ് സ്റ്റേഷന് സമീപത്ത് വോട്ടർമാരെ സഹായിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ അസിസ്റ്റന്റ് ബൂത്തുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ബൂത്തിൽ നിന്ന് 100 മീറ്റർ മാറി വിവിധ പാർട്ടികളുടെ അനൌദ്യോഗിക ബൂത്തുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ബൂത്തിന് പുറത്ത് കാവലായി സുരക്ഷാ ഉദ്യോഗസ്ഥർ, വോട്ട് ചെയ്യാൻ എത്തുന്നവരെ ഉൾപ്പെടെ പകർത്തി പരിസരത്ത് വീഡിയോഗ്രാഫർമാർ, ഇടയ്ക്കിടെ ബൂത്തിലെത്തി പരിശോധന നടത്താൻ മൈക്രോ ഒബ്സർവർമാർ. തിരിച്ചറിയൽ രേഖയിൽ വോട്ടർ പട്ടികയിലെ പേരും മറ്റ് വിവരങ്ങളും പരിശോധിച്ച് രേഖപ്പെടുത്തും. സ്ഥാനാർത്ഥി നിയോഗിച്ച പോളിംഗ് ഏജന്റ് കേൾക്കെ 1-ാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ പേര് വിളിക്കും. ആളുമാറി വോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് തോന്നിയാൽ പോളിംഗ് ഏജന്റിനെ നിശ്ചിത തുകയടച്ച് വോട്ടർ ചാലഞ്ച് ചെയ്യാം. വന്നത് കള്ള വോട്ടറെന്ന് തെളിഞ്ഞാൽ തുക തിരിച്ചു നൽകും. എന്നാൽ ഏജന്റ് ഉത്തമ വിശ്വാസത്തോടെ അല്ല ചലഞ്ച് ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ പണം സർക്കാരിലേക്ക് ഈടാക്കും. വോട്ടേഴ്സ് സ്ലിപ്പുമായി 3-ാം പോളിംഗ് ഓഫീസറുടെ അടുക്കലേക്കാണ് ഇനി പോകേണ്ടത്. സ്ലിപ്പ് സ്വീകരിച്ച ഓഫീസർ പോളിംഗ് കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. നീണ്ട ബീപ് ശബ്ദം കേട്ടാൽ യന്ത്രം തയ്യാറാണെന്നാണ് അർത്ഥം. കുറവ് വോട്ടർമാരുള്ള ഇടങ്ങളിൽ 3-ാം പോളിംഗ് ഓഫീസർ തന്നെയായിരിക്കും പ്രിസൈഡിംഗ് ഓഫീസർ. കൂടുതൽ വോട്ടർമാർ ഉള്ള ഇടങ്ങളിൽ 3 പോളിംഗ് ഓഫീസർമാരും 1 പ്രിസൈഡിംഗ് ഓഫീസറും ഉണ്ടാകും. ബാലറ്റിംഗ് യൂണിറ്റിന്റെ ഇടതുഭാഗത്തായി പച്ച ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രം വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് അർത്ഥം.
സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും ഫോട്ടോയ്ക്കും നേരെയുള്ള നീല ബട്ടൺ അമർത്താം. ഒരിക്കൽ മാത്രമേ ബട്ടൺ അമർത്താൻ പാടുള്ളൂ. ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ചെറിയ ബീപ്പ് ശബ്ദത്തോടെ പച്ച ബൾബ് അണഞ്ഞ് ചുവന്ന ലൈറ്റ് തെളിയും. നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. നീല ബട്ടൺ ഒരു തവണ അമർത്തിയാലുടൻ യന്ത്രം ലോക്ക് ആകും. ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ ആവുകയുള്ളൂ. അസാധു വോട്ടുകളും ഉണ്ടാവുകയില്ല. പിന്നീട് അടുത്തയാൾ വരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തിയാലേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയൂ. സ്ഥാനാർത്ഥികളെ ആരെയും താല്പര്യമില്ലെങ്കിൽ ബാലറ്റിംഗ് യൂണിറ്റിലെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം. വോട്ട് രേഖപ്പെടുത്തിയാൽ നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കാം. വോട്ടിംഗ് പൂർത്തിയായി എന്നാണ് ഇതിനർത്ഥം. ചുവപ്പ് ലൈറ്റ് കത്തിയില്ലെങ്കിലോ ബീപ്പ് ശബ്ദം കേട്ടില്ലെങ്കിലോ പ്രിസൈഡിംഗ് ഓഫീസറുടെ സഹായം നിങ്ങൾക്ക് തേടാം. ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണോ വോട്ട് ചെയ്തതെന്ന് വോട്ടർമാർക്ക് അറിയാൻ VVPAT യന്ത്ര സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്. വോട്ടർക്ക് മാത്രമേ ഇത് കാണാൻ കഴിയൂ. എല്ലാ കേന്ദ്രങ്ങളിലും VVPAT ഏർപ്പെടുത്തിയ ആദ്യ തിരഞ്ഞെടുപ്പാണിത്. വോട്ട് ചെയ്ത കഴിഞ്ഞയുടൻ വോട്ട് ലഭിച്ചയാളുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവ പ്രിന്റ് ചെയ്ത സ്ലിപ്പ് VVPAT മെഷീൻ പ്രദർശിപ്പിക്കും. ഈ ഭാഗം ഗ്ലാസ് കൊണ്ട് മറച്ചിട്ടുള്ളതിനാൽ സ്ലിപ്പ് വോട്ടർമാർക്കോ മറ്റാർക്കെങ്കിലോ പുറത്തെടുക്കാൻ കഴിയില്ല. 7 സെക്കൻഡ് നേരം സ്ലിപ്പ് വായിക്കാൻ വോട്ടർമാർക്ക് സമയം ലഭിക്കും. 8 സെക്കൻഡിൽ സ്ലിപ്പ് മുറിഞ്ഞ് മെഷീന്റെ ഭാഗമായ പെട്ടിയിലേക്ക് വീഴും. വോട്ട് വിഹിതം സംബന്ധിച്ച് പരാതി ഉയർന്നാൽ സ്ലിപ്പുകൾ അടങ്ങിയ പെട്ടി തുറന്ന് വോട്ടുകൾ എണ്ണി വിജയിയെ സ്ഥിരീകരിക്കും. വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനുമൊപ്പം ഫോട്ടോയും ഉണ്ടാകും. ബാലറ്റിംഗ് യൂണിറ്റിൽ പരമാവധി 16 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കും. 4 ബാലറ്റിംഗ് യൂണിറ്റ് വരെ പരസ്പരം യോജിച്ച് ഉപയോഗിക്കാം. എന്തായാലും ഇത്തവണ വലിയ പഴുതടച്ച കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സമ്മതിദാനാവകാശം വ്യക്തമായി കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.